അക്ഷയ കേന്ദ്രങ്ങളിൽ പോകാതെ തന്നെ നമ്മളുടെ കുട്ടിയുടെ ആധാർ എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എങ്ങനെ അറിയാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഗൂഗിളിലേക്ക് പോവാം. ഗൂഗിളിൽ ബേബി ആധാർ കാർഡ് സ്റ്റാറ്റസ് ചെക്ക് ഓൺലൈൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. UIDAIയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതായത് ആധാറിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അവിടെ ക്ലിക്ക് ചെയ്യുക. മൈ ആധാർ എന്ന് പറയുന്ന ഒഫീഷ്യൽ സൈറ്റിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇവിടെ 3 കാര്യങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എൻറോൾമെൻറ്റ് ID അല്ലെങ്കിൽ EID ഡേറ്റ്, EID ടൈം. EID അഥവാ എൻറോൾമെൻറ്റ് ID എന്താണെന്ന് വെച്ചാൽ, അക്ഷയ കേന്ദ്രത്തിൽ നമ്മുടെ കുട്ടിക്ക് വേണ്ടിയിട്ട് ആധാർ എൻറോൾ ചെയ്യാൻ പോകുമ്പോൾ അവർ നമുക്കൊരു സ്ലിപ്പ് തരാറുണ്ട്. ആ സ്ലിപ്പിലാണ് ഈ 3 കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇടതുവശത്തായിട്ട്, ഏറ്റവും മുകളിൽ ഇടതുവശത്തായിട്ട് നമുക്കൊരു 14 അക്ക നമ്പർ കാണാനായിട്ട് സാധിക്കും. അതാണിവിടെ നമ്മൾ എൻറോൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അടിച്ചു കൊടുക്കേണ്ടത്. ആ ഒരു 14 അക്ക നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് EID ടൈമും EID ഡേറ്റുമാണ്. ആദ്യമേ EID ഡേറ്റ് നമ്മൾ സെറ്റ് ചെയ്യുക. അടുത്ത EID ടൈം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ക്യാപ്ചയാണ്. ഇത് കേസ് സെൻസിറ്റീവ് ആണ്. അതായത് സ്മോൾ വന്നിട്ടുണ്ടെങ്കിൽ സ്മോൾ ലെറ്ററിൽ തന്നെ കൊടുക്കുക, ക്യാപിറ്റൽ ആണ് വന്നിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ തന്നെ കൊടുക്കുക, എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ടൈപ്പ് ചെയ്യാം. ഇതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യുക. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ കുട്ടിയുടെ ആധാർ എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ്. പ്രധാനമായിട്ടും ഇവിടെ 3 സ്റ്റേജസ് ആണ് ഉള്ളത്. റിക്വസ്റ്റ് ആക്സെപ്റ്റഡ് സ്റ്റേജ്, വാലിഡേഷൻ സ്റ്റേജ്, കംപ്ലീറ്റഡ് സ്റ്റേജ്. നമ്മൾ അക്ഷയ വഴി എൻറോൾ ചെയ്യുന്ന സമയത്ത് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു, വാലിഡേഷൻ സ്റ്റേജിൽ എത്തുന്നു, പിന്നീട് കംപ്ലീഷൻ സ്റ്റേജിലേക്ക് വരുന്നു. ഇവിടെ നോക്കിയാൽ വാലിഡേഷൻ സ്റ്റേജിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഈ കേസ് അതായത് 1 to 30 ഡേയ്സിൽ, അതായത് 1 മുതൽ 30 ദിവസം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. 1 മുതൽ 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ ആധാർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടി അത് ഡൗൺലോഡ് ചെയ്യാൻ കഴിയേണ്ടതാണ്. അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല, അത് വാലിഡേഷൻ സ്റ്റേജിൽ സ്റ്റക്ക് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ആധാറിൻ്റെ കസ്റ്റമർ കെയറുമായിട്ട് തന്നെ ബന്ധപ്പെടാവുന്നതാണ്. 1947 1947 എന്നുള്ള ഒരു നമ്പർ നമ്മൾ കോൾ ചെയ്യുക, കസ്റ്റമർ കെയറുമായിട്ട് സംസാരിക്കുക. അങ്ങനെ കസ്റ്റമർ കെയറുമായിട്ട് സംസാരിച്ചതിന് ശേഷം നമുക്ക് അവർക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ആധാറുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സ്റ്റാറ്റസുമായിട്ട് ബന്ധപ്പെട്ട ആധാർ ഇതുവരെ നമുക്ക് കിട്ടിയില്ല, അതിൻ്റെ ബേസിൽ നമുക്കൊരു കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഒരു 30 ദിവസവും കൂടെ ഒരു ലാഗ് ഉണ്ടാകും. അങ്ങനെ ആ 30 ദിവസം വീണ്ടും കഴിഞ്ഞു പോയാൽ വീണ്ടും നമ്മൾ അവരെ ബന്ധപ്പെടുക, പിന്നീടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്